നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. CSR ഫണ്ട് വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിൽ ആരോപണങ്ങൾ നിഷേധിച്ച് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. താൻ പണം വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതം. അനന്തുവിനെ നേരിട്ടറിയാം. താൻ പണം വാങ്ങിയതായി വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും CV വർഗീസ്. സ്വകാര്യ ബസ് വ്യവസായത്തെയും വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. കേരളത്തിന്റെ പൊതുഗതാഗതത്തിൽ സ്വകാര്യ ബസ്സുകൾ അഭിവാജ്യ ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേജ് കാരിയേജ് ബസ്സുകൾക്ക് 10% ടാക്സ് കുറച്ചു നൽകുന്ന കാര്യം ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിലൂടെ ധനമന്ത്രി പ്രഖ്യാപിച്ചതെന്നും മന്ത്രി. പെരിയാർ തീരദേശവാസികളെ കുടിയിറക്കുമെന്ന തരത്തിൽ CPM നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ അയ്യപ്പൻകോവിൽ ചപ്പാത്തിലെ വ്യാപാരികൾ. തീരദേശവാസികളെ കുടിയിറക്കാൻ റവന്യൂ വകുപ്പ് ശ്രമം നടത്തുന്നു എന്ന പ്രചരണം അടിസ്ഥാനരഹിതം. വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ചിലരെ ഒഴിവാക്കിയും ചിലരെ ഉൾപ്പെടുത്തിയുമുള്ള ഇത്തരം പ്രചരണങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നടത്തുന്നതെന്ന് CPM നേതൃത്വം വ്യക്തമാക്കണമെന്നും ആവശ്യം. കാന്തല്ലൂരിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ സ്ട്രോബെറി മധുരം നുകരാം. പുതിയ സീസണിലേക്കായി കൃഷിയിറക്കിയിരുന്ന സ്ട്രോബെറികളിൽ നിന്നും കർഷകർ വിളവെടുപ്പ് ആരംഭിച്ചു. 9 മാസക്കാലം വരെ ഈ വിളവെടുപ്പ് തുടരും. വിശദമായ വാർത്തകളിലേക്ക്. CSR ഫണ്ട് വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിൽ ആരോപണങ്ങൾ നിഷേധിച്ച് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. താൻ പണം വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണ്. പ്രാദേശികമായി ഫണ്ട് കിട്ടിയിട്ടുണ്ടാകാം, അത് പരിശോധിക്കുന്നു. അനന്തുവിനെ നേരിട്ടറിയാം. ഒപ്പം ഒരു പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. കൃത്യമായി അക്കൗണ്ടുള്ള പാർട്ടിയാണ് CPM. താൻ പണം വാങ്ങിയതായി വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കും. ജില്ലാ കമ്മിറ്റിക്ക് പണം കിട്ടിയിട്ടില്ല. ഏരിയ കമ്മിറ്റി ഫണ്ട് സമാഹരണത്തിന്റെ ഭാഗമായി വാങ്ങിയിട്ടുണ്ടാകാമെന്നും CV വർഗീസ് പറഞ്ഞു. എൻ്റെ പേര് അനാവശ്യ ഉന്നയിക്കപ്പെട്ട മാധ്യമങ്ങൾക്കെതിരെ നിയമപരമായ നടപടി സ്വീകരിക്കാൻ പറ്റുമെന്ന് ഞാൻ നോക്കും. കാരണം ഞാൻ അനന്തകൃഷ്ണനോട് ഞാൻ ഒരാളുകളോടും വ്യക്തിപരമായി പണം വാങ്ങുന്നയാളല്ല. 2, എനിക്ക് സ്വന്തമായി അക്കൗണ്ട് ഇല്ലാത്ത ആളാണ്. 2, ചിലപ്പോൾ എല്ലാ രാഷ്ട്രീയക്കാരും എനിക്ക് അക്കൗണ്ടിൻ്റെ ആവശ്യം ഇതുവരെ തോന്നിയിട്ട് ഞാൻ അക്കൗണ്ട് എടുത്തിട്ടില്ല. പിന്നെ പാർട്ടി ജില്ലാ സെക്രട്ടറി എന്ന രൂപത്തിൽ ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ച് കൃത്യമായ അക്കൗണ്ടും ഇത് കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്ന പാർട്ടിയാണ്. എവിടെ നിന്ന് വരുന്നു, ആര് കൊടുക്കുന്നു, ഇതൊക്കെ കൃത്യമായി ഞങ്ങൾക്ക് ഈ കാര്യത്തിൽ വ്യക്തതയുണ്ട്. 3, ഈ വിഷയം സംബന്ധിച്ച് ഞങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ഇന്നലെ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ട്. അതിന് വ്യത്യസ്തമായ ഒരു നിലപാട് ഇടുക്കി ജില്ലയിലെ പാർട്ടിയെ സംബന്ധിച്ചില്ല. ഞങ്ങളുടെ ഈ ജനപ്രതിനിധികളായിട്ടുള്ള കുറേ ആളുകൾ ഇതിന് ചേർക്കാനും ഒക്കെ പോയിട്ടുണ്ട്. ഇവിടെ ചെറുതോണിയിൽ അദ്ദേഹം നടത്തിയൊരു പരിപാടി ഞാൻ പങ്കെടുത്തു. അതിവിടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പരിപാടി എന്ന രൂപത്തിൽ ക്ഷണിച്ചു. അവിടെ പോയി പങ്കെടുത്തു. അന്ന് ഞാനൊരു കാര്യം പറഞ്ഞു, CSR ഫണ്ട് ഇങ്ങനെ എടുക്കാൻ സാധ്യമാണോ എന്ന് പരിശോധിക്കണം. ഇന്ന് മാധ്യമങ്ങളെല്ലാം നിലപാടെടുക്കുമ്പോൾ എന്ത് ചെയ്യും? ഞങ്ങളെ ഇവിടെ കൂട്ടും. എന്തിനാ കൂട്ടുന്നത്? എല്ലാവരും ശരിയാണെന്ന് പൊതുവൽക്കരിക്കാനാണ്. ആ പൊതുവൽക്കരിക്കുന്നതിൻ്റെ തൊപ്പി CPMന് ഇണങ്ങുന്നതല്ല. CPMന് ഈ കാര്യത്തെക്കുറിച്ചുള്ള വ്യക്തമായ നിലപാടുണ്ട്. സ്വകാര്യ ബസ് വ്യവസായത്തെയും വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. കേരളത്തിന്റെ പൊതുഗതാഗതത്തിൽ സ്വകാര്യ ബസ്സുകൾ അഭിവാജ്യ ഘടകമാണ്. 2001 കേരളത്തിൽ 32,000 സ്വകാര്യ ബസ്സുകൾ ഉണ്ടായിരുന്നു. ഇന്ന് കേരളത്തിൽ സ്വകാര്യ ബസ്സുകളുടെ എണ്ണം 7,000-ൽ താഴെയാണ്. ഇതിലൂടെ സർക്കാരിന് വലിയ തോതിൽ വരുമാനം നഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേജ് കാരിയേജ് ബസ്സുകൾക്ക് 10% ടാക്സ് കുറച്ചു നൽകുന്ന കാര്യം ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിലൂടെ ധനമന്ത്രി പ്രഖ്യാപിച്ചതെന്നും ഗതാഗത വകുപ്പ് മന്ത്രി മൂന്നാറിൽ വ്യക്തമാക്കി. ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ സ്റ്റേജ് കാരിയേജ് പ്രൈവറ്റ് ബസ്സുകൾ ഒരു അവിഭാജ്യ ഘടകമാണ്. 2001 ഞാൻ ട്രാൻസ്പോർട്ട് മന്ത്രിയായിരിക്കുമ്പോൾ കേരളത്തിൽ 32,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. അത് 2006 ആകുമ്പോൾ 36,000 പ്രൈവറ്റ് ബസ് ഉണ്ടായിരുന്നു. നിങ്ങൾ ആലോചിക്കണം, ഇന്ന് കേരളത്തിൽ പ്രൈവറ്റ് ബസ്സുകളുടെ എണ്ണം 7,000-ൽ താഴെയാണെന്ന് അറിയുന്നത്. അപ്പോൾ നമ്മുടെ സർക്കാരിൻ്റെ വരുമാനം എത്രത്തോളം ഇടിഞ്ഞു. ഒരു പ്രൈവറ്റ് ബസ് ഒരു വർഷം ഓടുമ്പോൾ നികുതി ഇനത്തിൽ 1,00,000 രൂപയും കുറഞ്ഞത് 2 പേർക്കെങ്കിലും തൊഴിൽ കിട്ടുകയും ചെയ്യുമായിരുന്നു. മാത്രമല്ല, ഒരു ബസ് ഒരു ദിവസം പെട്രോൾ പമ്പിൽ കയറി ഡീസൽ അടിക്കുമ്പോൾ 50 മുതൽ 100 ലിറ്റർ വരെ ഡീസൽ അടിക്കും. ചെറിയ ബസ്സുകൾ 50 ലിറ്ററും വലിയ ബസ്സുകൾ 100 ലിറ്ററും ഡീസൽ അടിക്കാറുണ്ട്. ഇതിൻ്റെ എല്ലാം നികുതിയുടെ ഭാഗം കേരള സർക്കാരിന് കിട്ടുമായിരുന്നു. GST അല്ല, ഡീസലിൻ്റെ അടിക്കുന്നതിന് പൈസ. ഇതെല്ലാം
നമുക്ക് നഷ്ടപ്പെട്ടു എന്ന് നമ്മൾ വിലയിരുത്തണം. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേജ് കാരേജ് ബസ്സുകൾക്ക് 10% ടാക്സ് കുറച്ചു കൊടുക്കാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബഡ്ജറ്റിലൂടെ പ്രഖ്യാപിച്ചത്. റൂട്ട് ഫോർമുലേഷൻ വരുമ്പോൾ ഇതുവരെ പൊതുഗതാഗതം കടന്നു ചെല്ലാത്ത ജില്ലാ പഞ്ചായത്തിൻ്റെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഒക്കെ പണം ഉപയോഗിച്ച് പല റോഡുകൾ നിർമ്മിച്ചിരുന്നു. പല പ്രദേശങ്ങളിൽ ചെറിയ ചെറിയ പ്രദേശങ്ങൾ, പ്രത്യേകിച്ച് ട്രൈബൽ മേഖല, അതുപോലെ തോട്ടം മേഖല, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെറിയ ചെറിയ ബസ്സുകൾ കടന്നു ചെന്നാൽ കളക്ഷൻ കിട്ടുകയും നഷ്ടത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്യുന്നതിനുള്ള മാർഗമുണ്ട്. ആ മാർഗം മുന്നിൽ കണ്ടുകൊണ്ട് കേരളത്തിലെ 506 MLAമാർ നിർദ്ദേശിച്ച 506 റൂട്ടുകൾ ആദ്യഘട്ടമായി നമ്മൾ നോട്ടിഫൈ ചെയ്യാനുള്ള കടലാസ് വന്നിട്ടുണ്ട്. സർക്കാർ ഉടൻ അതിൻ്റെ ഗസറ്റ് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ റൂട്ടുകളിൽ പ്രൈവറ്റ് ബസ്സിന് അപേക്ഷിക്കാം, ചെറിയ ബസ്സുകളടക്കം. ആ ചെറിയ ബസ്സുമായി വരുമ്പോൾ ഒരു ചെറുപ്പക്കാരന് അല്ലെങ്കിൽ ഒരു രണ്ട് ലേഡീസിന് ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഒരു മുദ്രാ ലോൺ എടുത്താൽ 25 ലക്ഷം രൂപയ്ക്ക് ഒരു ബസ് സർവീസ് ആരംഭിക്കാൻ കഴിയും, ടാക്സ് അടച്ചിട്ട്. അവർക്ക് തന്നെ ഡ്രൈവറാകാം, അവർക്ക് തന്നെ കണ്ടക്ടറാകാം. ചെറിയ ബസ്സാകുമ്പോൾ ഹെവി ലൈസൻസ് വേണ്ട. ചെറുപ്പക്കാർക്ക് തൊഴിൽ കണ്ടെത്താം. പുതിയ ഒരു തൊഴിൽ സംസ്കാരവും ഒരു വ്യവസായ നിക്ഷേപവും കേരളത്തിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ റൂട്ടുകൾ. 506 റൂട്ടുകൾ നോട്ടിഫൈ ചെയ്യുമ്പോൾ അതിൽ 200 ബസ്സുകളെങ്കിലും റൂട്ടുകളെങ്കിലും ആളുകൾ ഏറ്റെടുത്താൽ ഈ പദ്ധതി വിജയിച്ചു എന്ന് നമുക്ക് കണക്കാക്കാം. പെരിയാർ തീരദേശവാസികളെ കുടിയിറക്കുമെന്ന തരത്തിൽ CPM നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ അയ്യപ്പൻകോവിൽ ചപ്പാത്തിലെ വ്യാപാരികൾ രംഗത്ത്. തീരദേശവാസികളെ കുടിയിറക്കാൻ റവന്യൂ വകുപ്പ് ശ്രമം നടത്തുന്നു എന്ന പ്രചരണം അടിസ്ഥാനരഹിതമാണ്. വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചിലരെ ഒഴിവാക്കിയും ചിലരെ ഉൾപ്പെടുത്തിയുമുള്ള ഇത്തരം പ്രചരണങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് നടത്തുന്നതെന്ന് CPM നേതൃത്വം വ്യക്തമാക്കണം. ഇത് സംബന്ധിച്ച് റവന്യൂ വകുപ്പിന്റെയോ സർക്കാരിന്റെയോ നോട്ടീസോ ഉത്തരവോ തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്ന് മർച്ചന്റ് അസോസിയേഷൻ യൂണിറ്റ് പ്രസിഡന്റ് വിജയ സൂര്യ പറഞ്ഞു. തീരദേശവാസികൾ ഭയങ്കര ഇവിടെ ആശങ്കയിലാണെന്നും പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ ദിവസം ഞങ്ങൾക്കൊക്കെ ഇവിടെ എല്ലാവർക്കും തീരദേശവാസികൾക്കൊക്കെ എല്ലാവർക്കും നോട്ടീസ് കൊടുക്കുകയും ആ നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്കത് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലായില്ല, എന്തോ ആശങ്ക എന്നുള്ളത്. ഞങ്ങളുടെ ആർക്കും ഒരു നോട്ടീസ് ഗവൺമെൻറ് ഭാഗത്തു നിന്നോ ജില്ലയിൽ നിന്നോ ഒരിടത്തുനിന്നും ഞങ്ങൾക്കൊരു നോട്ടീസ് കിട്ടിയില്ല. പക്ഷേ ഈ നോട്ടീസിൽ പറയുന്നത് തീരദേശവാസികൾ മൊത്തം എല്ലാ ആശങ്കയിലാണെന്ന്. ഞങ്ങൾ ചോദിക്കുന്നത് ഈ ശാന്തിപ്പാലം മുതൽ ചപ്പാത്ത് വരെയുള്ളവർ മാത്രമാണോ തീരദേശ താമസിക്കുന്നത്? വണ്ടിപ്പെരിയാറ്റിൽ തുടങ്ങി തീരദേശമല്ല വരുന്നത്, അതുപോലെ തന്നെ ഉപ്പറ വരെ തീരദേശമല്ല വരുന്നത്. അപ്പോൾ ഈ ഇടയ്ക്കുള്ള മാത്രം ഈ ഒരു പഞ്ചായത്ത് മാത്രമേ തീരദേശം വരുന്നത്, മറ്റുള്ളവരെല്ലാവരും ഒഴിവാക്കിക്കൊണ്ട് അത് മാത്രമുള്ള വ്യാപാരികൾക്ക് ഞങ്ങൾക്ക് ഇവിടെ വ്യാപാരികൾക്ക് ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. കാരണം തീരദേശം എന്ന് പറയുന്നത് എല്ലായിടവും ചേർന്നു. അപ്പോൾ ഈ ഒരു 1-2 പേർക്ക് മാത്രം തീരദേശം, ശാന്തിപ്പാലം മുതൽ പരപ്പ് വരെ, അപ്പുറത്തേക്കും ഉപ്പുകരയ്ക്ക് തീരദേശമല്ല. അങ്ങോട്ട് ബ്ലാമരയ്ക്ക് തുടങ്ങി കഴിഞ്ഞാൽ കീരിക്കര, ബ്ലാമര, വള്ളക്കര, വണ്ടിപ്പെരിയാറൊന്നും തീരദേശമല്ല. അത് ആശങ്കകരമാണ്. അത് കഴിഞ്ഞാൽ ഇവർ ആയിട്ട് തന്നെ ഒരു നോട്ടീസ് അടിച്ച് പബ്ലിസിറ്റി ചെയ്തു. അത് നോട്ടീസിലൊക്കെ ഞാൻ ദിവസം പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ആശങ്കയാണ് ഇപ്പോൾ ഞങ്ങൾക്ക് കൂടുന്നത്. എന്തുകൊണ്ട് ഈ ആശങ്ക ഇങ്ങനെ ഇവരടിച്ചിറക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. കാരണം ആർക്കും ഒരു നോട്ടീസ് പോലും കിട്ടിയിട്ടില്ല. ബൈസൺവാലിക്ക് സമീപം ഗ്യാപ്പ് റോഡ് ബൈസൺവാലി റോഡിലുണ്ടായ വാഹന അപകടത്തിൽ ഒരാൾ മരിച്ചു. മലപ്പുറം ചങ്ങരംകുളം സ്വദേശി റാഷിദാണ് മരിച്ചത്. സ്കൂട്ടർ നിയന്ത്രണം വിട്ടുമറിഞ്ഞാണ് അപകടമുണ്ടായത്. മലപ്പുറത്ത് നിന്നും മൂന്നാറിലേക്ക് വിനോദസഞ്ചാരത്തിനെത്തിയ സംഘത്തിൽപ്പെട്ട യുവാക്കളാണ് അപകടത്തിൽപ്പെട്ടത്. ശനിയാഴ്ച മലപ്പുറത്ത് നിന്നും പുറപ്പെട്ട ഇവർ ആനയിറങ്കൽ അണക്കെട്ട് ഉൾപ്പെടെ സന്ദർശിച്ച ശേഷം തിരികെ മടങ്ങുന്നതിനിടെ ഗ്യാപ്പ് റോഡ് ബൈസൺവാലി റൂട്ടിൽ വെച്ച് റാഷിദും ഒപ്പമുണ്ടായിരുന്നയാളും സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെടുകയായിരുന്നു. കുത്തിറക്കത്തിൽ വെച്ച് നിയന്ത്രണം നഷ്ടപ്പെട്ട സ്കൂട്ടർ റോഡരികിലെ ഏലത്തോട്ടത്തിലേക്ക് പതിച്ചു. ഉടൻ റാഷിദിനെ അടിമാലി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. റാഷിദിനൊപ്പം സഞ്ചരിച്ചിരുന്ന മറ്റൊരു യുവാവിനും പരിക്കേറ്റിട്ടുണ്ട്. റാഷിദിന്റെ മൃതദേഹം തുടർ നടപടികൾക്കായി മോർച്ചറിയിലേക്ക് മാറ്റി. ചക്കുവെള്ളം അണക്കരയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ 42കാരി മരിച്ചു. കടശിക്കടവ് കൗസല്യ ഇല്ലം മൊക്കരാജിന്റെ ഭാര്യ ശിവമണിയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് ഇവരെ കിണറ്റിൽ വീണ നിലയിൽ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് അണക്കര സുൽത്താൻ കടയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീടിന് സമീപത്തെ കിണറ്റിനുള്ളിൽ സ്ത്രീ അകപ്പെട്ടതായി സമീപവാസികൾ കണ്ടത്. തുടർന്ന് കട്ടപ്പന ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയും ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഇവരെ കിണറ്റിൽ നിന്ന് പുറത്തെത്തിക്കുകയും ചെയ്തു. പിന്നീട് കട്ടപ്പനയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും കിണറ്റിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഇവരെ തിരിച്ചറിയുന്നതിനായി പോലീസിന്റെയും ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് കടച്ചിക്കടവ് സ്വദേശി മുക്കരാജിന്റെ ഭാര്യ ശിവമണിയാണെന്ന് കണ്ടെത്തിയത്. അപകടത്തിൽപ്പെട്ടതാണോ ആത്മഹത്യയാണോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണം നടത്തി വരികയാണ്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകി. മൂന്നാർ KSRTC ബസ് ഡിപ്പോയുമായി ബന്ധപ്പെട്ട് വിവിധ വികസന പ്രവർത്തനങ്ങൾ നടത്തുമെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KB ഗണേഷ് കുമാർ. ഇതുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥ പ്രതിനിധികൾക്കൊപ്പം മന്ത്രി ഡിപ്പോയുടെ പരിസര പ്രദേശങ്ങൾ സന്ദർശിച്ച നിർദ്ദേശങ്ങൾ നൽകി. ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷൻ, വിശാലമായ കഫറ്റേരിയ ഉൾപ്പെടെയുള്ളവയാകും ഇവിടെ ഒരുക്കുക.
വ്യത്യസ്തങ്ങളായ വിവിധ ഭക്ഷണ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന വിശാലമായ കഫറ്റേരിയ നിർമ്മിക്കും. ഇതിന് സമീപമായി ഇലക്ട്രിക് ചാർജിംഗ് സ്റ്റേഷനും സ്ഥാപിക്കും. നിലവിൽ ഡിപ്പോയ്ക്കുള്ളിൽ പഴയ ബസ്സുകളിൽ സഞ്ചാരികൾക്കായി സജ്ജീകരിച്ചിട്ടുള്ള താമസ സൗകര്യത്തിൽ മാറ്റം വരുത്തും. പകരം എയർ കണ്ടീഷൻ ഡോർമെറ്ററികളും മതിയായ ശുചിമുറികളും ഒരുക്കും. പഴയ കെട്ടിടങ്ങൾ പൂർണ്ണമായി പൊളിച്ചു മാറ്റുകയും ഇപ്പോഴത്തെ വർക്ക്ഷോപ്പിന്റെ സ്ഥാനം മാറ്റുകയും ചെയ്യുമെന്നും മന്ത്രി വ്യക്തമാക്കി. ഏറ്റവും അറ്റത്തായിട്ട് മൂന്നാറിലേക്ക് പോകുന്ന ഒരു വശത്ത് മരങ്ങൾ നിൽക്കുകയാണ്. ആ ഭാഗമല്ല, ഈ വലതുവശത്തായിട്ട് ഗ്യാരേജിനപ്പുറത്ത് നിൽക്കുന്നൊരു ഹോട്ടലുണ്ട്. അതിനെ പൊളിച്ച് കളഞ്ഞിട്ട് ഒരു കഫറ്റേരിയ നിർമ്മിക്കാൻ പോകുന്നത്. പല ഹോട്ടലുകൾ വരുത്തക്ക രീതിയിലൊരു 4-5 റെസ്റ്റോറൻറ്റുകളൊക്കെ നടത്തക്ക രീതിയിലൊരു കഫറ്റേരിയ ബ്ലോക്ക് പണി. അതിനപ്പുറത്ത് കാറ് ചാർജ് ചെയ്യാൻ, ഇലക്ട്രിക് കാറ് ചാർജ് ചെയ്യാനുള്ള ഒരു അനുവാദം കൊടുത്തിട്ടുണ്ട്. അവരത് സ്ഥാപിക്കും. ഇലക്ട്രിക് കാറിൽ മൂന്നാറിൽ വരുന്നവർക്ക് ചാർജ് ചെയ്യാനുള്ള ഒരു നല്ല സ്റ്റേഷൻ, അതിനടുത്തോട് ചേർന്നൊരു കഫറ്റേരിയ ബ്ലോക്ക്, അത് കഴിഞ്ഞാൽ ബസ് സ്റ്റേഷൻ, അതിൻ്റെ അപ്പുറത്ത് ഡബിൾ ഡെക്കർ പാർക്കാനുള്ള ഷെഡ് പണിയുണ്ട്. നിലവിൽ ഈ കെട്ടിടം കഴിഞ്ഞാൽ ഇവിടെയുള്ള ഈ ബസ്സിനകത്തെ അക്കോമഡേഷൻ മുഴുവൻ മാറ്റിയിട്ട് ഞങ്ങളൊരു എയർ കണ്ടീഷൻ ഡോർമെറ്ററി, എയർ കണ്ടീഷൻ റൂമുകളുമായിട്ടുള്ള ഒരു സെക്ഷൻ അവിടെ തുടങ്ങും. നമ്മളെ ഈ പുറത്തുകൂടെ നദിയുടെ കരയിലായിട്ട് തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ടോയ്ലറ്റുകൾ അവിടെയുണ്ട്. പര്യാപ്തമല്ലെങ്കിൽ ഇനി കുറച്ചുകൂടി ടോയ്ലറ്റുകൾ മതി. അതിനപ്പുറത്ത് MLA അനുവദിച്ച 5 കോടി രൂപ ഈ മാർച്ച് മാസം മുമ്പേ AS ആക്കിക്കൊണ്ട് അത് നിർമ്മിക്കും. യാത്രാ ഫ്യൂൽസിനോട് ചേർന്ന് കിടക്കണം. ഇവിടെയുള്ള പഴയ 2 കെട്ടിടങ്ങൾ, ഷെഡുകൾ പൊളിച്ചു മാറ്റും. വർക്ക്ഷോപ്പ് കംപ്ലീറ്റ് ആയിട്ട് ഇവിടെ കൊണ്ടും നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകും. ഡിപ്പോയിലെ പഴക്കം ചെന്ന ബസ്സുകൾക്ക് പകരം പുതിയ ബസ്സുകൾ എത്തിക്കും. ഡിപ്പോയുടെ വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ അനുവദിച്ചിട്ടുള്ള മറ്റൊരു 5 കോടി രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളും മൂന്നാറിൽ നടത്തുമെന്ന് മന്ത്രി വ്യക്തമാക്കി. വികസന പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പ്രതിനിധികൾക്കൊപ്പം മന്ത്രി ഡിപ്പോയുടെ പരിസര പ്രദേശങ്ങൾ സന്ദർശിച്ച നിർദ്ദേശങ്ങൾ നൽകി. കാഞ്ചിയാർ ഒളാടുപാറ തേൻപാറ വിനോദസഞ്ചാര കേന്ദ്രമാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. വിനോദസഞ്ചാര സാധ്യതകൾ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശം ജനങ്ങൾക്കായി ഉടൻ തന്നെ തുറന്നുകൊടുക്കും. മാർച്ച് മാസത്തിലെ നിയമസഭാ സമ്മേളനത്തിന് ശേഷം പ്രദേശം സന്ദർശിച്ച് വനംവകുപ്പുമായി ചേർന്ന് പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. ഭാഗമാകുന്ന ഒളാടുപാറ തേൻപാറ വലിയ മനോഹരമായൊരു ടൂറിസം പ്ലേസ് ആണെന്നാണ് ഇപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ ഞാനിവിടെ വന്ന സ്ഥാനാർത്ഥികളായി എന്നോട് സൂചിപ്പിച്ചത്. അതിന് ഉള്ള ഒരു ആക്സസിബിലിറ്റി ഒന്നെങ്കിൽ അത് തൊപ്പിപ്പാള എന്ന സ്ഥലത്ത് നിന്ന് പിന്നെ ഒരു 3-3.5 കിലോമീറ്ററോളം അങ്ങോട്ട് പോകണം. അല്ല അഞ്ചുള്ളിയിൽ നിന്ന് അത് പിന്നെ ജലമാർഗം അവിടെ എത്താനായിട്ട് പറ്റുന്ന സ്ഥിതിയുണ്ട്. അപ്പോൾ ഇത് ഫോറസ്റ്റിൻ്റെയാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റുമായി ചേർന്നുകൊണ്ട് തന്നെ 3-3.5 ഏക്കർ വരുന്ന മനോഹരമായൊരു പാറയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത് എത്ര മനോഹരമായിരിക്കും. അത് മാത്രമല്ല ഇടുക്കി ഡാമിൻ്റെ ജലാശയം അതിമനോഹരമായി കാണാൻ കഴിയുന്ന വളരെ ഭംഗിയുള്ളൊരു പ്രദേശമാണെന്ന് മനസ്സിലാവുന്നു. മാർച്ച് മാസത്തെ നിയമസഭാ സമ്മേളനം കഴിഞ്ഞ ഉടൻ ഇതുമായി ബന്ധപ്പെട്ട പ്രദേശങ്ങൾ സന്ദർശിക്കാൻ ഞങ്ങൾ തീരുമാനിക്കുകയാണ്. ഫോറസ്റ്റ് ഓഫീസർമാരും റവന്യൂ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ള ഒരു സംഘം തന്നെ ഞങ്ങളവിടെ പോയി DTPC കൂടെ ഉൾപ്പെടുത്തും. അവിടെ പോയി ഇതെങ്ങനെയാണ് ഇത് ജനങ്ങൾക്ക് പ്രയോജനകരമാക്കി കൊടുത്ത ടൂറിസം സാധ്യതകൾക്ക് മാറ്റം വരുത്താൻ കഴിയുന്നതിനെക്കുറിച്ച് ശരിയായ പഠനമാണ്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് തന്നെ ഇത് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നതാണെന്ന് നോക്കും. എന്നാണെങ്കിലും വ്യക്തിഗത ബുദ്ധിമുട്ടില്ലാതെ ചെയ്യാൻ കഴിയുന്ന കാര്യം അത് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നതാണെങ്കിൽ മനോഹരമായി ഇത്തരം സ്ഥലം സന്ദർശിക്കാനുള്ള ജനങ്ങളുടെ അവകാശം അത് കുറേ കൂടി നല്ല നിലയിൽ പ്രയോജനകരമാക്കുന്നതിന് ആവശ്യമായ നടപടി സ്വീകരിക്കാമെന്നാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിൽ അനുവദനീയമായതിൽ കൂടുതൽ ആളുകൾ കയറുന്നത് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതായി പരാതി. ശനി ഞായർ ദിവസങ്ങളിൽ ഉൾപ്പെടെ മേഖലയിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഈ സാഹചര്യത്തിൽ മേഖലയിൽ വാച്ചർമാരെ നിയമിക്കണമെന്നാണ് ആവശ്യം. അയ്യപ്പൻകോവിൽ തൂക്കുപാലവും പുരാതന ക്ഷേത്രവും കാണുന്നതിന് വേണ്ടി നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തുന്നത്. എന്നാൽ തൂക്കുപാലത്തിൽ അനുവദനീയമായതിലും കൂടുതൽ ആളുകൾ കയറുന്നതാണ് ഭീതി ജനിപ്പിക്കുന്നത്. തൂക്കുപാലത്തിന്റെ അറ്റകുറ്റപ്പണികളുടെ കാര്യത്തിൽ അധികൃതർ അലംഭാവം തുടരുന്നതിനാൽ പ്രദേശവാസികളും ആശങ്കയിലാണ്. അയ്യപ്പൻകോവിൽ പുരാതന ക്ഷേത്രത്തിൽ വിഗ്രഹപ്രതിഷ്ഠയും മറ്റും നടക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ ഇവിടേക്കെത്തുന്നവരുടെ എണ്ണത്തിലും വർധനവുണ്ടാകും. ഈ സാഹചര്യത്തിൽ തൂക്കുപാലത്തിൽ കയറുന്നവരെ നിയന്ത്രിക്കാൻ വാച്ചർമാരെ നിയമിക്കണമെന്ന ആവശ്യം ശക്തമാണ്. ടൂറിസ്റ്റുകൾ നിരവധി വരുന്ന അയ്യപ്പൻകോവിൽ തൂക്കുപാലത്തിൽ ഒരു പോലീസിന്റെ ഭാഗത്തുനിന്ന് ഒരു നിയന്ത്രണം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ പാലം വളരെ അപകടസ്ഥിതി നിലനിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അപ്പം ബഹുമാനപ്പെട്ട അധികാരികളോട് നമുക്ക് പറയാനുള്ളത് പാലത്തിൽ വേണ്ട ഒരു നിയന്ത്രണം ഉണ്ടാക്കണം. വലിയൊരു അപകടത്തിൽ നിന്നും നാടിനെയും ജനങ്ങളെയും രക്ഷിക്കണം എന്നുള്ളതാണ്. ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും ഭാഗത്തു നിന്നും കർശന നിയന്ത്രണം മേഖലയിൽ ഉണ്ടാകണമെന്നും പ്രദേശവാസികൾ ആവശ്യപ്പെട്ടു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് കട്ടപ്പന മണ്ഡലം കമ്മിറ്റി. വിവിധ ആഘോഷ പരിപാടികളും മധുര വിതരണവും ആഹ്ലാദ പ്രകടനവും പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കട്ടപ്പനയിൽ സംഘടിപ്പിച്ചു.
ആം ആദ്മി പാർട്ടിയെ തോൽപ്പിച്ച ചരിത്ര വിജയം നേടിയ ബിജെപിയുടെ വിജയത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ചാണ് കട്ടപ്പന മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പരിപാടികൾ നടത്തിയത്. പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തുമായിരുന്നു പരിപാടികൾ. 27 വർഷത്തിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി ഇന്ദ്രപ്രസ്ഥം തിരിച്ചുപിടിച്ചിരിക്കുകയാണ്. നമ്മുടെ ഒരു വ്യാജബിംബം, കെജ്രിവാൾ എന്ന വ്യാജബിംബം, ആ ബിംബം ഉടഞ്ഞിരിക്കുകയാണ്. അതാണ് ഡൽഹി തെരഞ്ഞെടുപ്പിൽ നടന്നത്. അതോടൊപ്പം തന്നെ JNU കേന്ദ്രീകരിച്ച് കമ്മ്യൂണിസ്റ്റുകാരും കുറെ ബുദ്ധിജീവികളും രാജ്യവിരുദ്ധരുടെയും സങ്കേതമായിരുന്നു ഡൽഹി. അതിന് എല്ലാവിധ സപ്പോർട്ടും കൊടുത്തിരുന്ന ആളാണ് കെജ്രിവാൾ. അതിന്റെ പിന്നിൽ വിദേശ ശക്തികൾ, സോറോസ് അടക്കമുള്ള വിദേശ ശക്തികളുണ്ടായിരുന്നു. രാജ്യവിരുദ്ധ പ്രവർത്തനമാണ് ഈ ഗവൺമെന്റിന്റെ കീഴിലും കെജ്രിവാളിന്റെ കീഴിലും നടന്നത്. അതിന് ഏറ്റവും ശക്തമായ പ്രഹരമാണ് നടന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ചെങ്കോട്ടയിൽ ചെങ്കൊടി പാറിക്കുമെന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാർ 12 സീറ്റിൽ, ഞാൻ പറയാം 12 സീറ്റിൽ മത്സരിച്ച് നോട്ടയ്ക്ക് പുറയിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. അതേപോലെ തന്നെ 75 വർഷത്തെ ഏതാണ്ട് 65 വർഷക്കാലം ഇന്ത്യ ഭരിച്ച ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനം എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസിനെ സോണിയാഗാന്ധിയും അതുപോലെ തന്നെ മോളും എല്ലാം കൂടെ ചേർന്ന് BJPയെ പിഴുതെറിയെന്ന് പറഞ്ഞുകൊണ്ട് ഡൽഹി വലിയ പ്രചരണമായിരുന്നു. അവർക്ക് സമ്പൂജ്യരായി. BJP കട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് സുജിത് ശശി പരിപാടികളിൽ അധ്യക്ഷത വഹിച്ചു. ദേശീയ സമിതി അംഗം ശ്രീനഗരി രാജൻ, കട്ടപ്പന നഗരസഭാ കൌൺസിലർ തങ്കച്ചൻ പുരയിടം, ജില്ലാ ജനറൽ സെക്രട്ടറി രതീഷ് വരകുമല, K. കുമാർ, PN പ്രസാദ്, സുരേഷ് കുഴിക്കാട്, PN സുരേഷ്, രാജു ചാണകപ്പാറ തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകരും ആഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. ഉപ്പുതറ CHCയെ ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉയർത്തണമെന്ന ആവശ്യം. ആശുപത്രിയുടെ ഇപ്പോഴത്തെ അവസ്ഥ ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രി എന്നിവർക്ക് MP ഡീൻ കുര്യാക്കോസ് മുഖേന നിവേദനം നൽകുമെന്ന് DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ പറഞ്ഞു. കട്ടപ്പന ബ്ലോക്ക് CHC ആയ ഉപ്പുതറ CHCയെ തരം താഴ്ത്തുന്ന നടപടികളാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. ഇതുമൂലം സിവിൽ സർജൻ, ഹെൽത്ത് സൂപ്പർവൈസർ, ലേഡി ഹെൽത്ത് സൂപ്പർവൈസർ, PRO തുടങ്ങിയ പോസ്റ്റുകൾ നിർത്തലാക്കി. ഡോക്ടർമാരുടെ കുറവ് മൂലം ആശുപത്രി രാവിലെ 9 മണി മുതൽ 12 മണി വരെ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഓരോ ദിവസവും 500ഓളം OPകൾ വരുന്ന ഈ ആശുപത്രിയിൽ കിടത്തി ചികിത്സ നിർത്തിയിട്ട് മാസങ്ങളായി. ഇതുമൂലം ആശുപത്രിയെ ആശ്രയിക്കുന്ന 10,000-കണക്കിന് ആളുകൾ ദുരിതത്തിലാണ്. ഉപ്പുതറ പഞ്ചായത്തിലെ കണ്ണമ്പടി, മേമാരി ഉൾപ്പെടെ 12ഓളം ആദിവാസി കുടികളിലെ ആളുകളും തോട്ടം മേഖലയിലെ ആളുകളും ആശ്രയിക്കുന്ന ആശുപത്രി കൂടിയാണിത്. ഈ സാഹചര്യത്തിലാണ് ട്രൈബൽ സ്പെഷ്യാലിറ്റി ആശുപത്രിയായി ഉപ്പുതറ CHCയെ മാറ്റണമെന്നാവശ്യപ്പെട്ട DCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അരുൺ പൊടിപ്പാറ രംഗത്തെത്തിയിരിക്കുന്നത്. പ്രധാനമന്ത്രി, കേന്ദ്ര ആരോഗ്യമന്ത്രി എന്നിവർക്ക് ഡീൻ കുര്യാക്കോസ് MP മുഖാന്തരം നിവേദനം നൽകുമെന്നും അരുൺ പൊടിപ്പാറ പറഞ്ഞു. ഇപ്പോൾ സിവിൽ സർജൻ ഉൾപ്പെടെയുള്ള ആളുകളില്ല. നിലവിൽ PSC ഡോക്ടർമാരാരുമില്ല. നിലവിൽ അഡ്ഹോക് ഡോക്ടർമാരെയും ടെമ്പററി ആയ ഡോക്ടർമാരെയും വെച്ചുകൊണ്ട് 9 മണി മുതൽ 12 മണി വരെ മാത്രമാണ് ഇവിടെ OP ഉള്ളത്. ബാക്കി സമയം ഇല്ല. IP പ്രവർത്തനം ഇവിടെ നിലച്ചിട്ട് മാസങ്ങളധികമായി. 24 വർഷക്കാലമായി പൂട്ടിക്കിടക്കുന്ന പീരിമഡ് ട്രീറ്റ്മെൻറ്റിൽ ഏകദേശം 3000-ഓളം തൊഴിലാളികൾ ഈ ആശുപത്രിയാണ് ആശ്രയിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഡോക്ടറില്ല, മരുന്നില്ല, വളരെ മോശപ്പെട്ട അവസ്ഥയാണ്. അവിടെയാണ് ഞാൻ പറഞ്ഞത്, 5 പഞ്ചായത്തിലെ ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആശ്രയമായ ഏകദേശം 10,000-കണക്കിന് ST വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഈ ആശുപത്രി. ഇത് ഒരു ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കറിയാം, എല്ലാ വിഭാഗത്തിലുള്ള വിദഗ്ധരായ ഡോക്ടർമാരെ ഇവിടെ നിയമിക്കും. ഭരണഘടനാപരമായി അവകാശങ്ങളുള്ള ഗർഭിണികളായ സ്ത്രീകൾ, കുട്ടികൾ, അങ്ങനെയുള്ള ഗിരിബർഗ മേഖലയിലുള്ള ആളുകൾ, ഇവരെല്ലാം ചികിത്സ ലഭിക്കാൻ വേണ്ടി 100 കിലോമീറ്റർ അകലെയുള്ള മെഡിക്കൽ കോളേജിനെ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത്. ഇതിന് അറുതി വരുത്തുവാൻ വേണ്ടിയിട്ടാണ് ഇതൊരു ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇടുക്കി ജില്ല അങ്ങനെ ഹോസ്പിറ്റൽ ഇല്ല, വയനാട് ജില്ലയിലൊക്കെ ഉണ്ട്. ഒരു ട്രൈബൽ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മിനി മെഡിക്കൽ കോളേജിന് കൊണ്ടുപോയി ചെയ്യും. ഈ ആളുകളുടെ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാകും. ആശുപത്രിയിൽ ആവശ്യത്തിന് ഡോക്ടർമാരില്ലാത്തത് മൂലം കിലോമീറ്ററുകൾ അകലെയുള്ള ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് സാധാരണക്കാരായ ജനങ്ങൾ. കാഞ്ചിയാർ ലബക്കട കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ IPയും ഞായറാഴ്ച OPയും ആരംഭിച്ചു. കുടുംബാരോഗ്യ കേന്ദ്രത്തിനെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് സേവനങ്ങൾ ലഭ്യമാക്കി തുടങ്ങിയത്. എല്ലാ ഞായറാഴ്ചയും രാവിലെ 9 മുതൽ വൈകിട്ട് 6 മണി വരെയാണ് OP സമയം. കാഞ്ചിയാർ ലബക്കടയിൽ പ്രവർത്തിക്കുന്ന കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായിട്ടാണ് പുതിയ സംവിധാനങ്ങൾ ഒരുക്കുന്നത്. ഞായറാഴ്ച ആശുപത്രിയിൽ OP സംവിധാനം ഇല്ലാതിരുന്നത് ആശുപത്രിയിൽ എത്തുന്നവരെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ജനങ്ങളുടെ ആവശ്യം കണക്കിലെടുത്താണ്
ഞായറാഴ്ച രാവിലെ 9 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ആശുപത്രിയിൽ ഡോക്ടറുടെ സേവനം ലഭ്യമാക്കിയിരിക്കുന്നത്. ഇതോടൊപ്പം 24 മണിക്കൂറും IP-യുടെ പ്രവർത്തനം ഉടൻ തന്നെ തുടങ്ങുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയകുമാരി ജയകുമാർ പറഞ്ഞു. നമ്മുടെ കാഞ്ചിയാർ FHSയിൽ കുറച്ച് ഏറെ നാളുകളായിട്ട് IP സംവിധാനം നിലവിലില്ലാതിരിക്കുകയായിരുന്നു. അപ്പം വീണ്ടും നമ്മൾ IP തുടങ്ങുന്നതിനായിട്ടുള്ള തീരുമാനമെടുക്കുകയും നമുക്ക് നിലവിൽ ഡോക്ടർമാരുടെ ഒരു അഭാവം ഉണ്ടായിരുന്നു. ഇപ്പം അതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് IP തുടരുന്നതിന് വേണ്ടിയിട്ട് ആലോചിച്ച് നടപ്പിലാക്കുന്നത്. ഇപ്പോൾ അത്തരം ഒരു പ്രവർത്തനം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വളരെയേറെ പ്രയോജനപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് അതിനുവേണ്ടി നല്ലൊരു പരിശ്രമം ഭരണസമിതി നടത്തുകയും DMOയെ സമീപിക്കുകയും അപ്പം നമുക്ക് ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുകയും അതാണ് നമുക്ക് ഈ പ്രവർത്തനത്തിൽ ഇപ്പം നടപ്പിലാക്കുവാനായിട്ട് സാധിച്ചത്. കുടുംബാരോഗ്യ കേന്ദ്രത്തെ മികച്ച നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും ആദിവാസി മേഖലയിലെ ജനങ്ങൾക്കും മികച്ച സേവനം ലഭ്യമാക്കുന്നതിനും വേണ്ടിയാണ് ഇത്തരം പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗം തങ്കമണി സുരേന്ദ്രൻ പറഞ്ഞു. DMOയായിട്ട് സംസാരിച്ച് നമുക്ക് ആവശ്യത്തിന് ഡോക്ടർമാരെ നൽകുകയും അത് നമ്മൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യാമെന്നാണ് ഉദ്ദേശിക്കുന്നത്. മെഡിക്കൽ ഓഫീസറുടെ സേവനം ലഭ്യമാണ്. മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിൽ മുഴുവൻ ഡോക്ടർമാരും അവരുടെ ചുമതലകൾ നന്നായിട്ട് നിർവഹിച്ചു പോകുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ IP-യുടെ സംവിധാനമായ ഈ പ്രദേശത്തെ മുഴുവൻ ആളുകൾക്കും അതൊരു വലിയ നേട്ടമായിരിക്കും. കാരണം ST മേഖലയൊക്കെ ഉള്ളതുകൊണ്ട് അവരെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടുള്ളവരാണ്. അവരുടെയൊക്കെ ഒരു ജീവിത ശൈലി രോഗങ്ങൾ, അപ്പോൾ എല്ലാ രോഗങ്ങൾക്കും ഇവിടെ നമുക്കിപ്പോൾ സാധാരണ ഫീൽഡിൽ പോയി സ്റ്റാഫുകളൊക്കെ പോയി അവർക്ക് രോഗികൾക്ക് വേണ്ടുന്ന എല്ലാ പരിചരണവും നൽകി പോകുന്നുണ്ട്. നിലവിൽ 5 ഡോക്ടർമാരാണ് ആശുപത്രിയിൽ സേവനമനുഷ്ഠിക്കുന്നത്. ഞായറാഴ്ച OPയും ചേർത്ത് 6 ഡോക്ടർമാരുടെ സേവനം ആശുപത്രിയിൽ ലഭ്യമാക്കും. IP സേവനം കൂടി തുടങ്ങുന്നതോടെ മികച്ച നിലവാരമുള്ള ആശുപത്രിയായി ലബ്ബക്കട ഫാമിലി ഹെൽത്ത് സെന്റർ മാറുമെന്നും അധികൃതർ അറിയിച്ചു. കമ്പളികണ്ടം വൈസ്മെൻസ് ക്ലബ്ബും ന്യൂയോർക്ക് വെസ്റ്റ് ചെസ്റ്റർ വൈസ്മെൻ ക്ലബ്ബും സംയുക്തമായി നിർമ്മിച്ചു നൽകുന്ന ഭവനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി ഋഷി അഗസ്റ്റിൻ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചു. പുല്ലുകണ്ടം നിവാസിയായ സാബു കൈപ്പനാലിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. 1997 കമ്പളികണ്ടത്ത് പ്രവർത്തനം ആരംഭിച്ച വൈസ്മെൻ ക്ലബ്ബ് ഓഫ് കമ്പളികണ്ടം സ്പൈസസ് നിരവധി സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത്. അടിമാലിയിലെ ആദ്യ ഡയാലിസിസ് യൂണിറ്റ് ക്ലബിന്റെ പ്രവർത്തന ഫലമാണ്. ക്യാൻസർ, ഹൃദ്രോഗം, കിഡ്നി സംബന്ധമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന രോഗികൾക്ക് സഹായം എത്തിക്കുവാൻ ക്ലബിന് കഴിഞ്ഞു. വീട് നിർമ്മാണത്തിന് ഭാഗികമായി സഹായിക്കാൻ മുൻ വർഷങ്ങളിൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒരു വീട് പൂർണ്ണമായും നിർമ്മിച്ചു നൽകുവാനുള്ള ദൗത്യം ക്ലബ് ഏറ്റെടുക്കുന്നത്. പുല്ലുകണ്ടം നിവാസി സാബു കൈപ്പനാലിനാണ് വീട് നിർമ്മിച്ചു നൽകുന്നത്. വീടിന്റെ ശിലാസ്ഥാപന കർമ്മം മന്ത്രി ഋഷി അഗസ്റ്റിൻ നിർവഹിച്ചു. ഇവിടെ വന്ന് എല്ലാവരെയും പ്രത്യേകമായി പേരെടുത്ത് സ്വാഗതം ചെയ്യുന്നുണ്ട്. വളരെയേറെ സന്തോഷമുണ്ട്. വളരെയേറെ അഭിമാനകരമായ ഒരു നിമിഷമാണ്. ഒരു നല്ല പ്രവർത്തനത്തിന് സൽപ്രവർത്തിക്ക് തുടക്കം കൊടുക്കുക. സാബുവിനും കുടുംബത്തിനും ഒരു വീട് നിർമ്മിച്ചു നൽകുക. കമ്പളികണ്ടത്ത് പ്രവർത്തിക്കുന്ന വൈസ്മെൻസ് ക്ലബ്ബ് അമേരിക്ക വൈസ്മെൻസ് ക്ലബ്ബുമായി കൊളാബറേറ്റ് ചെയ്ത് ചിന്തിച്ച ഒരു പദ്ധതിയുടെ പൂർത്തീകരണം, അതിൻ്റെ തുടക്കം ഇന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. ഏകദേശം 100-ലധികം രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിൻ്റെ കർമ്മരംഗത്തെ പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണ്. ചാരിറ്റി പ്രവർത്തനങ്ങളാണെങ്കിലും അവശ്യ സമയങ്ങളിൽ അവരുടെ നേതൃത്വത്തിനോടൊപ്പം ഏവരെയും സഹായിക്കാൻ സന്നദ്ധത പ്രകടിപ്പിക്കുന്നു എന്നുള്ളത് ഈ വൈസ്മെൻസിൻ്റെ പ്രത്യേകതയാണ്. കൊന്നത്തടി പഞ്ചായത്തിലെ പുല്ലുകണ്ടത്ത് വെച്ച് നടന്ന ചടങ്ങിൽ കമ്പളികണ്ടം വൈസ്മെൻസ് ക്ലബ് പ്രസിഡന്റ് ബിജു കുര്യാക്കോസ് അധ്യക്ഷനായിരുന്നു. വൈസ്മെൻ ഇന്റർനാഷണൽ USA ഏരിയ പ്രസിഡന്റ് ജോസഫ് കാഞ്ഞമല മുഖ്യ അതിഥിയായി. N ബേബി, ഷാജി കാഞ്ഞമല, CK പ്രസാദ്, മേരി ജോർജ്, സുമംഗല വിജയൻ, TP മൽക്ക തുടങ്ങിയവർ പങ്കെടുത്തു. 3 മാസത്തിനുള്ളിൽ വീട് നിർമ്മാണം പൂർത്തീകരിക്കാനാണ് ലക്ഷ്യം. കട്ടപ്പന സെന്റ് ജോർജ് ഫെറോന ദേവാലയത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ഗീവർഗീസിന്റെയും വിശുദ്ധ സെബസ്ത്യാനൂസിന്റെയും തിരുനാളിനോടനുബന്ധിച്ച് ടൗൺ പ്രദക്ഷിണം നടന്നു. ഫാദർ ജോസഫ് കളപ്പുരയ്ക്കൽ തിരുനാൾ സന്ദേശം നൽകി. ദേവാലയത്തിൽ നിന്നും ആരംഭിച്ച പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ടൗൺ കപ്പേളയിൽ ഇതിനു ശേഷം പ്രദക്ഷിണം ദേവാലയത്തിലെത്തിയതോടെ ആകാശവിസ്മയവും നടന്നു.
തിരുനാളിന്റെ സമാപന ദിവസം വിശുദ്ധ കുർബാനയ്ക്ക് കട്ടപ്പന ഓസാനം ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കിളികുത്തിപ്പാറ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. തുടർന്ന് 9 മണിക്ക് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് ഫാദർ ഷിബിൻ സ്റ്റീഫൻ മണ്ണാർത്ത കാർമ്മികത്വം വഹിച്ചു. വൈകിട്ട് നടന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്കും തിരുനാൾ പ്രദക്ഷിണത്തിനും സമാപന ആശീർവാദത്തിനും ശേഷമാണ് തിരുനാൾ കൊടിയിറങ്ങിയത്. തുടർന്ന് ഡാൻസ് ആൻഡ് മ്യൂസിക് നൈറ്റ് കലാപരിപാടികളും നടന്നു. ഫെറോന വികാരി ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ, തിരുനാൾ കൺവീനർമാരായ ജോയി വെട്ടിക്കുഴി, ബേബി ഓലിക്കരോട്ട്, ഫ്രാൻസിസ് തോട്ടത്തിൽ, ട്രസ്റ്റിമാരായ പയസ് കുന്നേൽ, ജോണി കലയത്തിനാൽ, ദേവസ്യ പടിയാനിക്കൽ, മാത്തിക്കുട്ടി കറുത്തെടുത്ത തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അയ്യപ്പൻകോവിൽ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ പഞ്ചലോഹ പ്രതിഷ്ഠ തിങ്കളാഴ്ച നടക്കും. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ഈശ്വരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടക്കുക. പഞ്ചമഹാക്ഷേത്രങ്ങളിലൊന്നായ അയ്യപ്പൻകോവിൽ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ മഹോത്സവം ഫെബ്രുവരി 1 തീയതി മുതലാണ് ആരംഭിച്ചത്. ക്ഷേത്ര ദേവപ്രശ്ന വിധി പ്രകാരം ഭഗവാന്റെ ശ്രീകോവിൽ നവീകരണത്തിന് ശേഷമുള്ള പ്രതിഷ്ഠാപൂജകളും വില്ലാളി വീരനായ അയ്യപ്പ ഭഗവാന്റെയും ദേവിയുടെയും വിഗ്രഹ പ്രതിഷ്ഠയും തിങ്കളാഴ്ച നടക്കും. രാവിലെ 9-നും 10-നും ഇടയിലുള്ള മുഹൂർത്തത്തിലാണ് പ്രതിഷ്ഠ നടക്കുക. 9-നും 10-നും ഉള്ള മുഹൂർത്തത്തിൽ ഭഗവാന്റെ വില്ലാളി വീരനായ ഭഗവാനെ പ്രതിഷ്ഠിക്കുകയാണ്. അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി. അതിനുള്ള പ്രതിഷ്ഠാ ചടങ്ങുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. തുടർന്നുള്ള എല്ലാ കാര്യങ്ങൾക്കും എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് ഭഗവത്നാമത്തിൽ അറിയിക്കുക. തുടർന്ന് പ്രതിഷ്ഠാപൂജ, ഗണപതി ഹോമം, ഭദ്രകാളി, യോഗേശ്വരി പ്രതിഷ്ഠ എന്നിവയും നടക്കും. തിരുവനന്തപുരം മഹാദേവ ഭജൻസിന്റെ തിരുനാമ കീർത്തനവും ശ്രീ സരസ്വതി കൈകൊട്ടിക്കളി സംഘം അവതരിപ്പിക്കുന്ന കൈകൊട്ടിക്കളിയും കഥകളിയും അരങ്ങേറും. പണിക്കൻകുടി സെന്റ് ജോൺ മരിയ വിയാനി ദേവാലയ തിരുനാളിന്റെ ഭാഗമായി പണിക്കൻകുടി കപ്പേളയിലേക്ക് പ്രദക്ഷിണം നടന്നു. നൊവേനയ്ക്കും തിരുനാൾ പാട്ടുകുർബാനയ്ക്കും ഫാദർ സെബാസ്റ്റ്യൻ അമ്പാട്ടുകുന്നേൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. പണിക്കൻകുടി സെന്റ് ജോൺ മരിയ വിയാനി പള്ളിയിൽ ഇടവക മധ്യസ്ഥനായ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെയും പരിശുദ്ധ കനികാമറിയത്തിന്റെയും വിശുദ്ധ സെബസ്ത്യാനൂസിന്റെയും സംയുക്ത തിരുനാൾ ആഘോഷങ്ങളാണ് നടന്നത്. തിരുനാളിന്റെ ഭാഗമായി ശനിയാഴ്ച വൈകിട്ട് 4 മണിക്ക് നൊവേനയും തിരുനാൾ പാട്ടുകുർബാനയും ഫാദർ സെബാസ്റ്റ്യൻ അമ്പാട്ടുകുന്നേലിന്റെ കാർമ്മികത്വത്തിൽ നടന്നു. തുടർന്ന് പണിക്കൻകുടി കപ്പേളയിലേക്ക് നടന്ന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ഇടുക്കി രൂപത മീഡിയ കമ്മീഷൻ ഡയറക്ടർ ഫാദർ ജിൻസ് കാരക്കാട്ട് തിരുനാൾ സന്ദേശം നൽകി. ഈ രാജ്യത്തെ ജനം പട്ടിണി കിടക്കരുത് എന്ന ഒരു ആഗ്രഹം ആ നാട് ഭരിച്ച ഗവൺമെന്റിനുണ്ടായിരുന്നതുകൊണ്ട് ഫലഭൂയിഷ്ടമായിട്ടുള്ള ഹൈ റേഞ്ചിന്റെ മണ്ണിൽ ഇവിടെ അധ്വാനിച്ചാൽ വിളവുകൾ ഉണ്ടാകുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇവിടെ ആളുകളെ അധിനിവേശിപ്പിച്ചു കഴിഞ്ഞാൽ, ഇവിടെ താമസം ഉറപ്പിച്ചു കഴിഞ്ഞാൽ, ഇവിടെ കൃഷി ചെയ്ത് ധാന്യങ്ങൾ ഉത്പാദിപ്പിച്ച് രാജ്യത്തിന്റെ പട്ടിണി മാറ്റാൻ പര്യാപ്തമാണ് എന്ന് കണ്ടറിഞ്ഞ് ആരോഗ്യമുള്ള, കരുത്തുള്ള, മനക്കരുത്തുള്ള നമ്മുടെ കാർന്നവന്മാരെ പ്രോത്സാഹിപ്പിച്ച് നാട്ടിൻപുറങ്ങളിൽ നിന്ന് ഈ ഹൈ റേഞ്ചിന്റെ വഴികൾ കാണിച്ചു കൊടുത്തതാണ്. നമ്മുടെ കാർന്നവന്മാരായിട്ടുള്ള ആളുകൾ അവർ അതീവ സാഹസികമായി ഈ മലയോര പ്രദേശത്തിന്റെ ഈ ഊടുവഴികളിലൂടെ, ഈ മലയോര പ്രദേശത്തിന്റെ കാടുകളിലൂടെ അവർ യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഈ പ്രദേശമൊക്കെ വെട്ടിത്തെളിച്ചിട്ട് അവർ കൃഷി ഇറക്കി. ആലങ്കാരികമായി നമ്മളൊക്കെ പറയുന്നതും എഴുതുന്നതൊക്കെ ചെയ്യുന്നത് പോലെ അവർ ഈ മണ്ണിൽ കനകം വിളയിച്ചവരാണ്. അവരുടെ രക്തത്തുള്ളികൾ, അവരുടെ വിയർപ്പ് തുള്ളികൾ അത് ഈ മണ്ണിനോട് അണിയിച്ചു വെച്ചിട്ട് അവരുടെ ത്യാഗപൂർണമായ അധ്വാനത്തിന് കാലം കൊടുത്തതാണ് ഈ കനകത്തിന്റെ വിളവ് എന്ന് നമ്മൾ തിരിച്ചറിയണം. ആ തലമുറയുടെ പിന്തുടർച്ചക്കാരാണ് ഈ തിരുനാളിന്റെ ഭാഗമായി കവലയിൽ നിൽക്കുന്നത്. തുടർന്ന് സ്നേഹവിരുന്നും ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും നടന്നു. മ്യൂസിക്കൽ ഫ്യൂഷൻ നൈറ്റോടുകൂടി തിരുനാൾ ആഘോഷ പരിപാടികൾക്ക് സമാപനമായി. കത്തോലിക്ക സഭ ഈ വർഷം ജൂബിലി വർഷമായി ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ദേവാലയത്തിൽ തിരുബാല സഖ്യദിനം ആചരിച്ചു. ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. 2024 ഡിസംബർ 24 മുതൽ 2026 ജനുവരി 6 വരെയാണ് കത്തോലിക്ക സഭ ജൂബിലി വർഷമായി ആചരിക്കുന്നത്. ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായാണ് കഞ്ഞിക്കുഴി സെന്റ് മേരീസ് ദേവാലയത്തിൽ തിരുബാലസഖ്യ ദിനം ആചരിച്ചത്. ദേവാലയത്തിൽ നടന്ന ചടങ്ങുകൾക്ക് ഇടവക വികാരി ഫാദർ ടോമി ലൂക്ക് ആനിക്കുഴിക്കാട്ടിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നമ്മുടെ ഇന്ത്യ രാജ്യത്ത് തന്നെ എത്രയോ കുട്ടികളാണ് ബാലചേതനയിൽ ചെയ്യുന്നത്. ഏറ്റവും അധികം ബാലചേതന നടക്കുന്ന രാജ്യം ഇന്ത്യയാണ്.
അപ്പൊ അത്തരത്തിലെല്ലാം കുട്ടികൾ ഒത്തിരിയേറെ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാലഘട്ടമാണ്. മാർപ്പാപ്പ ഈ കഴിഞ്ഞ ആഴ്ചയിൽ ആഗോളതലത്തിൽ ഒരു കുട്ടികൾക്ക് വേണ്ടി ഒരു സബ്മിറ്റ് ലോകത്തിൽ ആദ്യമായിട്ട് മാർപ്പാപ്പയുടെ അധ്യക്ഷതയിൽ വത്തിക്കാനിൽ ജോർദാൻ രാജ്യം അതിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ ലോകത്തിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാർ അതിൽ പങ്കെടുത്തു. അപ്പോൾ മാർപ്പാപ്പ കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രത്യേക കത്ത് ലോകത്തിന് മുഴുവൻ വേണ്ടി ഞാൻ എഴുതാനിരിക്കുകയാണ്. നമുക്കറിയാം, പ്രകൃതി സംരക്ഷിക്കാൻ വേണ്ടി മാർപ്പാപ്പ കരുതി. സഹവികാരി ഫാദർ ജേക്കബ് കളത്തിൽക്കാട്ടിൽ സഹകാർമ്മികനായിരുന്നു. നിരവധി വിശ്വാസികളും തിരുബാലസഖ്യ ദിനത്തിലും വിശുദ്ധ കുർബാനയിലും പങ്കെടുത്തു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. കാന്തല്ലൂരിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ സ്ട്രോബെറി മധുരം നുകരാം. പുതിയ സീസണിലേക്കായി കൃഷി ഇറക്കിയിരുന്ന സ്ട്രോബെറികളിൽ നിന്നും കർഷകർ വിളവെടുപ്പ് ആരംഭിച്ചു. 9 മാസക്കാലം വരെ ഈ വിളവെടുപ്പ് തുടരും. മറയൂരിന്റെയും കാന്തല്ലൂരിന്റെയും മനോഹര കാഴ്ചകൾ കാണുന്നതിനൊപ്പം വിളഞ്ഞു കിടക്കുന്ന ആപ്പിളും സ്ട്രോബെറിയും കണ്ട് അവയുടെ മധുരം നുകരാൻ കൂടിയാണ് സഞ്ചാരികൾ കാന്തല്ലൂരിലേക്ക് എത്തുന്നത്. പുതിയ സീസണിലേക്കായി മാസങ്ങൾക്ക് മുമ്പ് കർഷകർ സ്ട്രോബെറി കൃഷി ഇറക്കിയിരുന്നു. ഈ സ്ട്രോബെറികളിൽ കായ്കൾ നിറഞ്ഞ് മൂപ്പെത്തിക്കഴിഞ്ഞു. സ്ട്രോബെറികൾ പഴുത്തു തുടങ്ങിയതോടെ കർഷകർ വിളവെടുപ്പും ആരംഭിച്ചു. തോട്ടങ്ങളിൽ നിന്നും പറിച്ചെടുത്ത അപ്പോൾ തന്നെ ആവശ്യക്കാർക്ക് സ്ട്രോബെറികൾ കൊണ്ടുപോകാം. കിലോ ഒന്നിന് 600 രൂപയാണ് സ്ട്രോബെറിയുടെ വിൽപ്പന വില. സ്ട്രോബെറി കൃഷി ചെയ്തിട്ട് 60 ദിവസം കഴിഞ്ഞിട്ട് വിളവെടുപ്പ് കിട്ടുമ്പോൾ പിന്നെ 3 മാസമാകുമ്പോൾ കൂടുതൽ ഒരു ഡെയിലി രാവിലെ പറിച്ച് ഫ്രഷായിട്ട് പറിച്ചു കൊടുക്കും. പറിച്ച് വയ്ക്കുന്നില്ല. വരുന്ന ആൾക്കാർക്ക് ഫാമിൽ തന്നെ വെച്ച് പറിച്ച് ഞങ്ങൾ സെയിൽസ് ചെയ്യുക. 600 രൂപ റേറ്റിലാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ശൈവ കൃഷി ആയത് കാരണം ഇച്ചിരി മുഴുപ്പ് ഇച്ചിരി ഇത് കുറവായിരിക്കും, തൂക്കത്തിന് കുറവായിരിക്കും. എന്നാലും മേടിച്ചുകൊണ്ട് പോകുന്നൊരു സന്തോഷമായിട്ട് മേടിച്ചുകൊണ്ട് പോവുക. അത് കാരണം ഞങ്ങൾ ജൈവ കൃഷിയായിട്ട് ചെയ്യുക. കഴിഞ്ഞ കൊല്ലമൊക്കെ ഞങ്ങൾ 4-5 കൊല്ലമായിട്ട് ഈ കൃഷി തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. തോട്ടങ്ങളിൽ ഇറങ്ങി സ്ട്രോബെറിയുടെ മധുരം നുകർന്ന ആവശ്യാനുസരണം കായ്കൾ വാങ്ങി മടങ്ങാനുള്ള അവസരം കാന്തല്ലൂരിലുണ്ട്. സ്ട്രോബെറികൾ വാങ്ങാൻ വിനോദസഞ്ചാരികളുടെ തിരക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. 9 മാസക്കാലം വരെ കാന്തല്ലൂരിൽ ഈ സ്ട്രോബെറി വിളവെടുപ്പ് തുടരും. സ്ട്രോബെറിയിൽ നിന്നും ജാം അടക്കമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കർഷകരുമുണ്ട്. വിനോദസഞ്ചാരവുമായി കോർത്തിണക്കിയാണ് കർഷകരിപ്പോൾ കാന്തല്ലൂരിൽ സ്ട്രോബെറി കൃഷി ചെയ്തു വരുന്നത്. വിപണി കണ്ടെത്താനുള്ള സാധ്യതയായി കർഷകർ വിനോദസഞ്ചാരത്തെ കാണുന്നു. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് KG's Jewelry, കോട്ടയം കട. സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. CSR ഫണ്ട് വാഗ്ദാനം ചെയ്തുള്ള തട്ടിപ്പിൽ ആരോപണങ്ങൾ നിഷേധിച്ച് CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ്. താൻ പണം വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതം. അനന്തുവിനെ നേരിട്ടറിയാം. താൻ പണം വാങ്ങിയതായി വാർത്ത നൽകിയ മാധ്യമങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും CV വർഗീസ്. സ്വകാര്യ ബസ് വ്യവസായത്തെയും വിജയിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് സർക്കാർ മുമ്പോട്ട് പോകുന്നതെന്ന് ഗതാഗത വകുപ്പ് മന്ത്രി KP ഗണേഷ് കുമാർ. കേരളത്തിന്റെ പൊതുഗതാഗതത്തിൽ സ്വകാര്യ ബസ്സുകൾ അഭിവാജ്യ ഘടകമാണ്. അതുകൊണ്ട് തന്നെയാണ് സ്റ്റേജ് കാരിയേജ് ബസ്സുകൾക്ക് 10% ടാക്സ് കുറച്ചു നൽകുന്ന കാര്യം ഇത്തവണത്തെ സംസ്ഥാന ബജറ്റിലൂടെ ധനമന്ത്രി പ്രഖ്യാപിച്ചതെന്നും മന്ത്രി. പെരിയാർ തീരദേശവാസികളെ കുടിയിറക്കുമെന്ന തരത്തിൽ CPM നടത്തുന്ന വ്യാജ പ്രചരണങ്ങൾക്കെതിരെ അയ്യപ്പൻകോവിൽ ചപ്പാത്തിലെ വ്യാപാരികൾ. തീരദേശവാസികളെ കുടിയിറക്കാൻ റവന്യൂ വകുപ്പ് ശ്രമം നടത്തുന്നു എന്ന പ്രചരണം അടിസ്ഥാനരഹിതം. വ്യക്തി താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനു വേണ്ടി ചിലരെ ഒഴിവാക്കിയും ചിലരെ ഉൾപ്പെടുത്തിയുമുള്ള ഇത്തരം പ്രചരണങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് നടത്തുന്നതെന്ന് CPM നേതൃത്വം വ്യക്തമാക്കണമെന്നും ആവശ്യം. കാന്തല്ലൂരിലെത്തുന്ന വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ സ്ട്രോബെറി മധുരം നുകരാം. പുതിയ സീസണിലേക്കായി കൃഷിയിറക്കിയിരുന്ന സ്ട്രോബെറികളിൽ നിന്നും കർഷകർ വിളവെടുപ്പ് ആരംഭിച്ചു. 9 മാസക്കാലം വരെ ഈ വിളവെടുപ്പ് തുടരും.
ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.